ഹായ്, ഇനി ഞാൻ തയ്യാറാക്കുന്നതേ ബീഫ് കറിയാണ്. ബീഫ് കറി എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം ഒരു ചട്ടി അടുപ്പ് വെക്കാമേ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്ക്. ആ ചൂടി കിടന്നിട്ട് ഇത് മൂത്ത് വന്നോളൂ. പിന്നീട് 1 കിലോ ബീഫ് കഴുകി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടിയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചതും 1/2 സ്പൂൺ ഇഞ്ചി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 സ്പൂൺ വിനാഗിരി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. പിന്നീട് 1/2 സ്പൂൺ പെരിഞ്ചീരകം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒരു 4 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് മറ്റൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് മൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ഗ്രാമ്പൂ 2 ചെറിയ കഷ്ണം പട്ടയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/4 സ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നീട് 3-4 വലിയുള്ളി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടിയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കണേ. പിന്നീട് 2-3 വെളുത്തുള്ളി ചതച്ചതും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. പിന്നീട് നമുക്കൊരു തക്കാളി എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചു വയ്ക്കാമേ. ഇതെല്ലാം വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണത്. പിന്നീട് 1 സ്പൂൺ മീറ്റ് മസാലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി പൊടിയൊക്കെ നമ്മൾ മുമ്പേ ചേർത്താണേ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോളേ. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. പിന്നീട് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് വെന്തിരിക്കുന്ന ബീഫ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് ഉപ്പ് നോക്കിയിട്ടേ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. 4 വിസിലേ നമ്മൾ അടിച്ചുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ഇതിൽ കിടന്നിട്ട് ഒന്നുകൂടെ വേവട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.